പോലീസ് ഒഴിപ്പിച്ച ജന്തർ മന്ദറിൽ വീണ്ടും പ്രതിഷേധം ശക്തമാക്കാൻ കോക്രോച്ച് ജനതാ പാർട്ടി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അവിടെ വീണ്ടും പ്രവർത്തകർ എത്തിത്തുടങ്ങി. പൊളിച്ച പന്തൽ പുനഃസ്ഥാപിച്ചിരിക്കുന്നു. സമരം തുടരുന്നു. CJP കൂടുതൽ ആളുകൾ സമരത്തിന് പിന്തുണയുമായി ജന്തർ മന്ദറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 70 പേരെ കസ്റ്റഡിയിലെടുത്തു. സർക്കാരുമായുള്ള ചർച്ചയിൽ പ്രതീക്ഷയില്ലെന്നും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ ജന്തർ മന്ദറിൽ സമരം തുടരുമെന്നും CJP നേതാവ് ആശുതോഷ് റാങ്കെ റിപ്പോർട്ടറിനോട് പറഞ്ഞു. धर्मेंद्र प्रधान को हटाकर ही अब यहाँ से हटेंगे. कल इस देश के युवाओं के साथ दिल्ली पुलिस द्वारा जिस तरह की बर्बरता की गई है उसे सहन नहीं किया जाएगा. जितनी जनता कल जंतर मंतर पर थी, पूरे दिल्ली में थी, उससे कई गुना ज़्यादा जनता अब दिल्ली पहुँचेगी. आपने इस देश के युवाओं को ललकारा है, लेकिन अब आप ये भी समझ गए होंगे कि इस देश का युवा जाग गया है. अब वो पीछे हटेगा नहीं. धर्मेंद्र प्रधान का इस्तीफा लेकर ही हम लोग यहाँ से जाएंगे. There is no expectation from the government. There is only expectation from the people of this country, and the people of this country delivered yesterday. It was a waste of time. 5 hours gone. No conclusion, no response from the government. अब उनको मीटिंग करनी है तो वापस जंतर मंतर आके हमसे बात करेंगे. പരീക്ഷാ ക്രമക്കേട് വിഷയത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ആദിൽ പാലോടുണ്ട് ഇപ്പോൾ ജന്തർ മന്ദറിന്റെ പരിസരത്ത് നിന്നും. ആദിൽ പാലോട്, എന്താണ് ഇപ്പോഴും പൊളിച്ചു നീക്കിയ പന്തൽ പുനഃസ്ഥാപിച്ചു, ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉണരുന്നു എന്നൊക്കെ കേൾക്കുന്നത് പോലെ പ്രതിഷേധിക്കാൻ കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണോ? അടിച്ചമർത്തൽ തിരിച്ചടിക്കുമോ? അരുൺകുമാർ, അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പോലീസും തയ്യാറെടുപ്പിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ജന്തർ മന്ദറിന്റെ പുറത്താണ്. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ കാണാൻ കഴിയുന്നുണ്ട്. നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥർ പല ഭാഗങ്ങളിലായി ഇപ്പോഴും സുരക്ഷയ്ക്കായി അവരെ വിന്യസിച്ചിരിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇപ്പോഴവരെ അസംബിൾ ചെയ്തിരിക്കുന്നു. പിന്നീട് എങ്ങനെയാണ് മൂവ്മെന്റ് എന്നത് നോക്കി ആക്ഷനിലേക്ക് കടക്കാനാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഇവിടെ വലിയ സുരക്ഷയാണ്. അരുൺ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ജാമറുകളൊക്കെ സ്ഥാപിച്ചാണ് ഈ രൂപത്തിൽ ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, ഇന്റർനെറ്റിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. അങ്ങനെ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്ന ഒരു വാഹനമാണിത്, മൊബൈൽ കമാൻഡ് ആൻഡ് കൺട്രോൾ വെഹിക്കിൾ. ഇതുവഴി, അതായത് ഒരു ആളുകൾ പോകുമ്പോൾ അവരുടെയൊക്കെ മുഖം സാധാരണഗതിയിൽ ക്യാമറയിൽ പതിയും. അവർക്ക് എന്തെങ്കിലും കേസോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഇവിടെ നിന്നും അതിൻ്റെ സിഗ്നൽ ലഭിക്കുകയും വിവരങ്ങൾ ലഭിക്കുകയും അവരെ പിടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ ഉണ്ട് എന്നുള്ളതാണ്. അത്രയും സുരക്ഷാ സംവിധാനമാണ് ഈ CJP പ്രതിഷേധത്തിൽ അതിൻ്റെ സമീപത്ത് ജന്തർ മന്ദറിൽ ദില്ലി പോലീസ് ഒരുക്കിയിരിക്കുന്നത്. അരുൺകുമാർ, നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെയൊക്കെ ഇതൊക്കെ മാറ്റി, ഇതൊക്കെ ഈ ബാരിക്കേഡുകൾ എടുത്തു മാറ്റിയതിന് ശേഷമായിരുന്നു പോലീസ് വാഹനം അകത്തേക്ക് കടക്കുകയും പിന്നീട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പന്തലുകൾ പൊളിച്ചു മാറ്റുകയും ചെയ്തത്. ഇപ്പോൾ വീണ്ടും ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ബാരിക്കേഡിനപ്പുറത്തേക്ക് പോയാൽ വിദ്യാർത്ഥികൾ കൂട്ടമായി എത്തുന്നതാണ് ഇപ്പോൾ നമ്മൾ പോലെ തന്നെ. ഇന്നലത്തേതുപോലെയല്ല, പക്ഷേ ഇന്നലത്തേത് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഒരുമിച്ചെത്തിയിരുന്നു. ഇപ്പോഴും പ്രതിഷേധക്കാർ കൂട്ടമായി എത്തുകയും മുദ്രാവാക്യം മുഴക്കി ജന്തർ മന്ദറിൽ തടിച്ചുകൂടുകയും ചെയ്യുകയാണ്. അരുൺ പറഞ്ഞതുപോലെ കൂടുതൽ ആളുകൾ, ആയിരങ്ങൾ എത്തുന്ന കാഴ്ച വീണ്ടും ദില്ലി കാണുകയാണ്. അരുൺ, ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അടിച്ചമർത്താൻ ശ്രമിച്ചാൽ പുതിയ തലമുറയാണ്, അവർ തിരിച്ചടിക്കും, അവർ റീബൗണ്ട് ചെയ്യും എന്ന കാര്യത്തിലൊരു സംശയമില്ല. എല്ലാത്തിനും ഒരു പരിധിയില്ലേ അപ്പോൾ എന്തായാലും ഇന്നലത്തെ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു. പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഈ ജന്തർ മന്ദർ ഒഴിയുമെന്നാണ് ചിലർ കരുതിയത്. ഒഴിയുകയല്ല ജന്തർ മന്ദർ ചെയ്തിരിക്കുന്നത്, പകരം നിറയുകയാണ് ജന്തർ മന്ദർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്.